നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പിണറായി വിജയന്റെ ശിവഗിരി പ്രസംഗം ഇപ്പോഴിതാ പുലിവാല് പിടിച്ചിരിക്കുന്നു. സനാതന ധർമ്മത്തെയും ശ്രീനാരായണ ഗുരുവിനെയും മുൻനിർത്തിയായിരുന്നു മുഖ്യമന്ത്രിയുടെ ചില വെടിപൊട്ടിക്കലുകൾ. പിണറായി വിജയൻ തുടക്കമിട്ട സംവാദം ഇപ്പോൾ കേരളത്തിൽ ചൂടുപിടിക്കുന്നു. പിണറായിയുടേത് ഒരു രാഷ്ട്രീയ തന്ത്രമാണോ അതോ രാഷ്ട്രീയ മണ്ടത്തരമാണോ? പിണറായി വിജയൻ എഴുതിക്കൊടുത്ത പ്രസംഗം വായിക്കുകയായിരുന്നുവെന്ന് ചിലർ, എന്നാൽ കരുതിക്കൂട്ടിയുള്ള ആക്രമണമെന്ന് മറ്റു ചിലർ. 2023 സെപ്റ്റംബറിൽ അന്ന് DMK നേതാവ് ഉദയനിധി സ്റ്റാലിൻ സനാതനധർമ്മത്തിനെതിരായി ഒരു പ്രസ്താവന ഇറക്കി. അതിന്റെ അലയൊലികൾ ഇന്ത്യ ഒട്ടാകെ വ്യാപിച്ചു. എന്നാൽ CPM തങ്ങളുടെ നിലപാട് അന്ന് വ്യക്തമാക്കിയില്ല. 2026 അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേരളം അരങ്ങൊരുങ്ങുന്നു. അതിന് തൊട്ടു മുൻപ് നടന്ന ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ഉം LDF-ഉം ഒക്കെ അമ്പെ നിലം പൊത്തി. അമിത മുസ്ലിം പ്രീണനം തന്നെയാണ് ഇത്ര വലിയ തിരിച്ചടിക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാരണമായത് എന്ന പൊതുവിമർശനമുയർന്നു. തൊട്ടു പിന്നാലെ ശക്തമായ നിലപാടുകളായിരുന്നു പിണറായി വിജയൻ കൈക്കൊണ്ടത്, പ്രത്യേകിച്ച് മുസ്ലിം പ്രീണന കാര്യങ്ങളിൽ. CPM-ന്റെ ഭാഗത്തു നിന്ന് ശക്തമായ ലീഗ് വിരുദ്ധ പരാമർശങ്ങളായിരുന്നു പിന്നീട് കേരളം കേട്ടത്. ഒരിക്കൽ കൂടി UDF-നെ പടിക്ക് പുറത്തു നിർത്തിയാൽ കേരളത്തിൽ BJP-യുടെ വളർച്ച സുഗമമാകും എന്ന കണക്കുകൂട്ടലാണ് പൊതുവെ NDA ക്യാമ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ട ഹൈന്ദവ വോട്ടുകൾ കൂടി തടുത്തുകൂട്ടി അധികാരത്തിലെത്താം എന്ന വ്യാമോഹം ഇടയ്ക്ക് പിണറായി വിജയനുണ്ടായി. എന്നാൽ ശിവഗിരിയിൽ വെച്ച് എല്ലാം തച്ചുടയ്ക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് മുന്നിൽ. മുഖ്യമന്ത്രി സനാതനധർമ്മത്തെ എടുത്തെറിയുന്നു. RSS-ഉം BJP-യും അടങ്ങുന്ന സംഘപരിവാറിനെ ആശയപരമായി എതിർക്കുകയാണോ പിണറായി വിജയന്റെ ലക്ഷ്യം? അങ്ങനെയെങ്കിൽ സനാതനധർമ്മത്തിൽ തൊട്ട് എന്തിനാണ് പിണറായി വിജയൻ മണ്ടത്തരം കാട്ടുന്നത്? കേന്ദ്രമന്ത്രി V. മുരളീധരൻ സനാതനധർമ്മവും ശ്രീനാരായണീയ ദർശനങ്ങളും കൂട്ടിക്കലർത്തിയുള്ള ഒരു ഉദ്ഘാടന പ്രസംഗം നടത്തി. ശ്രീനാരായണ ഗുരുദേവൻ സനാതനധർമ്മ വിരോധിയായിരുന്നു എന്നത് ചില പ്രത്യയശാസ്ത്രം പിൻപറ്റുന്നവരുടെ കുപ്രചരണമാണ് എന്ന് V. മുരളീധരൻ തുറന്നടിച്ചിരുന്നു. ഗുരുദേവ ദർശനം രൂപം കൊണ്ടത് സനാതനധർമ്മത്തിന്റെ അടിത്തറയിലാണ് എന്ന് മുരളീധരൻ പറഞ്ഞു വെച്ചു. എന്നാൽ ചൊവ്വാഴ്ച നടന്ന മഹാസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനെ രൂക്ഷമായി വിമർശിച്ചു. സനാതനധർമ്മത്തിന്റെ വക്താവും പ്രയോക്താവുമായി ശ്രീനാരായണ ഗുരുവിനെ സ്ഥാപിക്കാനുള്ള സംഘടിത ശ്രമം നടക്കുന്നുവെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ തന്നെ ഒരു പ്രസംഗകന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു വാദം ഉയർന്നു കേട്ടുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സനാതന ഹിന്ദുത്വത്തിലൂടെ ബ്രാഹ്മണാധിപത്യത്തിന്റെ പഴയ രാജവാഴ്ചക്കാലം സൃഷ്ടിക്കുകയാണ് ചിലരുടെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി ആഞ്ഞടിച്ചു. എന്നാൽ പിന്നീട് V. മുരളീധരൻ തിരിച്ചടിച്ചു. സനാതനധർമ്മത്തെ ശിവഗിരിയുടെ പുണ്യഭൂമിയിൽ വെച്ച് പിണറായി വിജയൻ അധിക്ഷേപിച്ചെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. പ്രതിപക്ഷ നേതാവ് VD സതീശനും സനാതനധർമ്മത്തെ ആക്ഷേപിച്ച മുഖ്യമന്ത്രിക്കെതിരെ കളത്തിൽ വന്നു. തൊട്ടുപിന്നാലെ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ഉദയനിധി സ്റ്റാലിന്റെ പിന്തുടർച്ചയാണ് ഇപ്പോൾ പിണറായി വിജയന്റേത്. പരിശുദ്ധ ഖുർആനെക്കുറിച്ചോ മറ്റേതെങ്കിലും വിശ്വാസധാരയെക്കുറിച്ചോ ഇതുപോലെ പറയാൻ മുഖ്യമന്ത്രിക്ക് തന്റെ ഇടമുണ്ടോ എന്ന് V. മുരളീധരൻ തിരികെ ചോദിച്ചു. സ്വാമി സച്ചിദാനന്ദയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി തന്റെ പ്രസംഗം തുടങ്ങിയത്. എന്നാൽ ഇതേ സ്വാമി സച്ചിദാനന്ദ മുൻപൊരിക്കൽ പറഞ്ഞ വാക്കുകൾ മുഖ്യമന്ത്രി സ്വയം വിഴുങ്ങി. സനാതനധർമ്മം എന്നാൽ ചാതുർവർണ്ണ്യമാണ് എന്നീ ഒരു ധാരണ പൊതുവെയുണ്ട്. അത് തെറ്റാണ്. 1928 ശ്രീനാരായണ ഗുരു തന്നെ സനാതനധർമ്മത്തെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ഒരു ജാതി, ഒരു ദൈവം, ഒരു മതം മനുഷ്യരാശിക്ക്. അതാണ് സനാതനധർമ്മം. എല്ലാ മതങ്ങളുടെയും സംഗമ ദർശനം ലോകത്തിന് സമ്മാനിച്ച വ്യക്തിയാണ് ഗുരുവെന്നും സ്വാമി സച്ചിദാനന്ദ നേരത്തെ പറഞ്ഞിരുന്നു. അതേ ആദരണീയ സച്ചിദാനന്ദ സ്വാമിയെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇക്കുറി മുഖ്യമന്ത്രി ശിവഗിരി പ്രസംഗം തുടങ്ങിയത്. നമ്മുടെ ആരാധനാലയങ്ങളിൽ ഉടുപ്പൂരിയെ കടക്കാൻ പാടുള്ളൂ എന്ന നിബന്ധന പൊതുവെ കാണാൻ കഴിയും. അതിനാണ് കാലാനുസൃതമായ മാറ്റം. അത് ശ്രീനാരായണ ഗുരുവിന്റെ സത്പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഇവിടെ സമൂഹത്തിന് മുന്നിൽ നിർദ്ദേശവുമായി ബഹുമാന്യനായ സച്ചിദാനന്ദ സ്വാമി വെച്ചിട്ടുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക ഇടപെടലായി മാറാൻ സാധ്യതയുണ്ട്. ഈ വഴിക്ക് നമ്മുടെ പല ആരാധനാലയങ്ങളും നാളെ വരും എന്ന കാര്യം ഉറപ്പാണ്. ആരെയും നിർബന്ധിക്കേണ്ടതില്ല. സ്വാമി സച്ചിദാനന്ദയെ കൂട്ടുപിടിച്ച് ഇത്തരമൊരു സാമൂഹിക വിപ്ലവം ഉയർത്തിപ്പിടിച്ച മുഖ്യമന്ത്രി പക്ഷെ തൊട്ടു പിന്നാലെ സനാതനധർമ്മത്തിനെതിരെ ആഞ്ഞടിച്ചു.
ഒരുപക്ഷെ മുഖ്യമന്ത്രി ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതാണോ, അതോ സനാതനധർമ്മത്തെക്കുറിച്ചുള്ള അജ്ഞതയാണോ മുഖ്യമന്ത്രിയുടെ ഈ വിവരക്കേടിന് കാരണം? നവോത്ഥാന ചരിത്രത്തെക്കുറിച്ച് പരാമർശം നടത്തിയാണ് മുഖ്യമന്ത്രി തന്റെ യഥാർത്ഥ വിവാദത്തിലേക്ക് പിന്നീട് കടന്നത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മതത്തിന്റെ പേരിലുള്ള ചിന്തകൾ തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കും നീങ്ങുന്നതിന്റെ റിപ്പോർട്ടുകളാണ് നിത്യേന പുറത്തു വരുന്നത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചു. അതൊക്കെ നമ്മൾ അംഗീകരിക്കും. മുഖ്യമന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ്: ഇവിടെ ഒരു പ്രശ്നം നമ്മളെല്ലാവരും ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. അത് സനാതനധർമ്മത്തിന്റെ വക്താവും പ്രയോക്താവുമായി ശ്രീനാരായണ ഗുരുവിനെ സ്ഥാപിക്കാനുള്ള സംഘടിത ശ്രമം നടക്കുന്നുവെന്നതാണ്. ഈ ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ തന്നെ ഒരു പ്രസംഗകന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു വാദം ഉയർന്നു കേട്ടു. ഗുരു ശിവഗിരി തീർത്ഥാടനത്തെക്കുറിച്ച് സങ്കല്പിച്ചത് തന്നെ സംവാദങ്ങളുടെ വേദിയായി കൂടിയാണ്. ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിന്റെ വക്താവോ പ്രയോക്താവോ ആയിരുന്നില്ല, മറിച്ച് ധർമ്മത്തെ ഉടച്ചു വാർത്തത് പുതിയ കാലത്തിനായുള്ള ഒരു നവയുഗധർമ്മത്തെ വിളംബരം ചെയ്ത സന്യാസി വര്യനായിരുന്നു. സനാതനധർമ്മം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്താണ്? അത് വർണ്ണാശ്രമ ധർമ്മമല്ലാതെ മറ്റൊന്നുമല്ല. ആ വർണ്ണാശ്രമ ധർമ്മത്തെ വെല്ലുവിളിച്ചുകൊണ്ടും മറികടന്നുകൊണ്ടും കാലത്തിനൊത്തു നിൽക്കുന്നതാണ് ഗുരുവിന്റെ നവയുഗ മാനവിക ധർമ്മം. സനാതനധർമ്മത്തിന്റെ പര്യായമോ അവിഭാജ്യ ഘടകമോ ആണ് വർണ്ണാശ്രമധർമ്മം. ചാതുർവർണ്ണപ്രകാരമുള്ള വർണ്ണാശ്രമധർമ്മം അത് ഉയർത്തിപ്പിടിച്ചത് എന്താണ്? കുലത്തൊഴിലിനെയാണ്. ശ്രീനാരായണ ഗുരു ചെയ്തതോ കുലത്തൊഴിലിനെ ധിക്കരിക്കാൻ ആഹ്വാനം ചെയ്യൽ. അപ്പോൾ എങ്ങനെയാണ് ഗുരു സനാതനധർമ്മത്തിന്റെ വക്താവാകുക? ചാതുർവർണ്ണ വ്യവസ്ഥ ഉടനീളം ചോദ്യം ചെയ്യുന്നതും ധിക്കരിക്കുന്നതുമായിരുന്നു ഗുരുവിന്റെ സന്യാസ ജീവിതം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നുദ്ഘോഷിച്ച ഗുരു എങ്ങനെ ഒരു മതത്തിന്റെ പരിമിതിക്കുള്ളിൽ രൂപപ്പെട്ടുവെന്ന സനാതനധർമ്മത്തിന്റെ വക്താവാകും? സനാതനധർമ്മത്തെ അനുസരിക്കുന്നതും സംശയത്തോടെ കാണുന്നതും വെല്ലുവിളിച്ച് ധിക്കരിക്കുന്നതുമായ 3 ധാരകൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ മൂന്നാമത്തെ ധാരയുടെ പ്രതിനിധിയാണ് ഗുരു. ഗോത്രവ്യവസ്ഥ പിന്മാറി വർണ്ണവ്യവസ്ഥ വരുന്ന കാലമാറ്റത്തിന്റെ ഘട്ടത്തിലുണ്ടായ സാംസ്കാരിക ഉൽപ്പന്നമാണ് മഹാഭാരതം. അതുപോലും എന്താണ് ധർമ്മമെന്ന ചോദ്യത്തിന് കൃത്യമായി ഉത്തരം പറയാതെ സംശയത്തിന്റെ ചോദ്യചിഹ്നം ഉയർത്തി പിൻവാങ്ങുന്നതേയുള്ളൂ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് മഹാഭാരതത്തെ തള്ളിപ്പറയുന്നു. എന്താണ് ധർമ്മമെന്ന ചോദ്യത്തിന് മഹാഭാരതം ഉത്തരം പറഞ്ഞില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ കണ്ടുപിടുത്തം. സംശയത്തിന്റെ ചോദ്യങ്ങൾ ഉയർത്തുന്നതേയുള്ളൂ മഹാഭാരതം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വയ്ക്കുന്നു. ധർമ്മയുദ്ധം നടത്തി എന്ന് പറയുന്ന ധർമ്മപുത്രർ ഉടലോടെ സ്വർഗത്തിൽ ചെന്നു. അപ്പോൾ അതുവരെ അധർമ്മത്തിന്റെ യുദ്ധം നടത്തിയെന്ന് ആരോപിക്കപ്പെട്ട ദുര്യോധനനെ പോലും അവിടെ കാണുന്നു. സ്വർഗത്തിൽ പോകാനുള്ള നന്മ കൗരവർ ചെയ്തതായി സൂചിപ്പിക്കുന്നിടത്ത് ധർമ്മത്തെക്കുറിച്ച് മഹാഭാരതം തന്നെയല്ലേ സംശയം ഉണർത്തുന്നത്? ആ സംശയം പിന്നെ ചോദ്യം ചെയ്യലായി വളർന്നു. ആ ചോദ്യം ചെയ്യൽ ഏറ്റവും ശക്തമായി നടത്തിയത് നമ്മുടെ ഗുരുവാണ്. സനാതനധർമ്മത്തിന്റെ രാഷ്ട്രം എന്ന നിലയിൽ മാർത്താണ്ഡവർമ്മ പല പരിഷ്കാരങ്ങളും കൊണ്ടുവന്നു. സനാതനധർമ്മത്തിനെതിരെ കൃത്യമായ ഒരു സന്ദേശമാണ് മുഖ്യമന്ത്രി നൽകിയത്. എന്നാൽ സനാതനധർമ്മത്തെ തെരുവിലേക്ക് വലിച്ചഴച്ച് മുഖ്യമന്ത്രി എന്താണിപ്പോൾ ഉദ്ദേശിക്കുന്നത്? രാജാധിപത്യത്തിനും വർഗീയാധിപത്യത്തിനും ഒരുപോലെ പ്രിയപ്പെട്ടതാണ് ഈ സനാതനധർമ്മം എന്ന വാക്ക്. സനാതന ഹിന്ദുത്വം എന്ന വാക്കിലൂടെ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ബ്രാഹ്മണാധിപത്യത്തിന്റെ പഴയ രാജവാഴ്ചക്കാലമാണ്. ഇതിൽ പരം എന്ത് തെളിവാണ് വേണ്ടത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചു. സനാതന ഹിന്ദുത്വത്തിന്റെ പുനഃസ്ഥാപനമാണ് ചിലരുടെ സ്വപ്നം. അത് അതിമഹത്വം അഭിമാനകരവുമായ എന്തോ ഒന്നാണ് എന്നും അതിന്റെ പുനഃസ്ഥാപനമാണ് എല്ലാ സാമൂഹിക പ്രശ്നങ്ങൾക്കുമുള്ള പോംവഴി എന്നുമുള്ള വാദം ശക്തിപ്പെടുന്ന കാലമാണിത്. ബ്രാഹ്മണന് നേർക്കാണ് മുഖ്യമന്ത്രിയുടെ ആക്രമണമത്രയും. ചാതുർവർണ്ണ്യം എടുത്തു പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ചില വികാരങ്ങളെ തൊട്ടുണർത്താനുള്ള ശ്രമമാണ് അങ്ങ് ശിവഗിരിയിൽ നടത്തിയത്. പശുവിനും ലോകത്തിനും സുഖമുണ്ടായാൽ ലോകത്തിനാകെ സുഖമുണ്ടായി. എത്രയധികം ചേർന്നു പോകുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന സനാതന തത്വത്തിന്റെ മുദ്രാവാക്യം ഇന്നത്തെ പശു കേന്ദ്രീകൃത ബ്രാഹ്മണ കേന്ദ്രീകൃത രാഷ്ട്രീയം എന്ന് നോക്കുക. ഇവിടെയാണ് മുഖ്യമന്ത്രി ചാതുർവർണ്ണ്യത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് സനാതനധർമ്മത്തെ ആക്രമിച്ച് വീണ്ടും ബ്രാഹ്മണാധിപത്യം എന്ന കാർഡ് ഇറക്കുന്നത്. അത് ഈഴവ വോട്ട് ബാങ്കിനെ തന്നിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമമായിരുന്നുവെങ്കിൽ അത് അടപടലം പാളിയിരിക്കുന്നു. ഇപ്പോഴിതാ വെള്ളാപ്പള്ളി നടേശൻ അടക്കം മുഖ്യമന്ത്രിയെ തള്ളിപ്പറഞ്ഞ് രംഗത്തെത്തി. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരും മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയർത്തിയത്. സനാതനധർമ്മം വീണ്ടും ചർച്ചയാക്കാൻ മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഭയക്കുന്നു? പക്ഷെ അതിനു മുൻപ് എന്താണ് സനാതനധർമ്മമെന്ന് മുഖ്യമന്ത്രിയും കേരളവും ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കണം. ധർമ്മം എന്നാൽ സദാചാരപരമായ അല്ലെങ്കിൽ മതപരമായ ഒരു നിയമസംഹിതയല്ല എന്നുപോലും മനസ്സിലാക്കാതെയാണ് മുഖ്യമന്ത്രിയുടെ ഈ വിടുവായത്തം. ധർമ്മം എന്നാൽ നിയമമാണ്. നമുക്ക് ഭൗതിക ജീവിതത്തിൽ ഒരുപാട് ഇടപാടുകൾ നടത്താൻ ചില നിയമങ്ങളുണ്ട്. എന്നാൽ ഈ നിയമങ്ങൾ വ്യവസ്ഥാപിതമോ അല്ലാത്തതോ ആകട്ടെ, നിങ്ങൾ ഈ നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഭൗതിക ജീവിതത്തിലെ ഇടപാടുകൾ അധികകാലം നിലനിൽക്കില്ല. ഭൗതിക ലോകത്തിലുള്ള നിയമങ്ങൾ പോലെ
അനശ്വരമായ നിയമങ്ങളുണ്ട്. അതിൽ മുഖ്യം സനാതനധർമ്മം. ഭൗതിക ലോകത്തിലെ നിയമങ്ങൾക്ക് നാം ജീവിക്കുന്ന കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. എന്നാൽ അനശ്വരമായ നിയമങ്ങൾ എല്ലാ കാലത്തേക്കുമുള്ളതാണ്. സനാതനധർമ്മം എന്നാൽ അനശ്വരമായ നിയമം. കാര്യവ്യവഹാരങ്ങളുടെ നിയമം അനശ്വരമല്ല. ഏതാണോ ഭൗതികമല്ലാത്തത് അതിന് മാത്രമേ അനശ്വരമായ നിയമങ്ങൾ ഉണ്ടാക്കാൻ കഴിയൂ. നാഴികയ്ക്ക് 40 വട്ടം നാം കേൾക്കുന്ന പദമാണ് സനാതനധർമ്മം. സനാതനധർമ്മം എന്ന വാക്കുപയോഗിച്ച് BJPയും RSSും സംഘപരിവാർ സംഘടനകളുമൊക്കെ രംഗത്തിറങ്ങിയപ്പോൾ എന്തിന് പിണറായി വിജയന് കാലിളകുന്നു? ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ എഴുതിവെച്ച കുറെ നിയമസംഹിതയല്ല സനാതനധർമ്മം. ഇത് ചാതുർവർണ്ണയവുമല്ല. ഋഷികൾ ആത്മാന്വേഷണത്തിൽ നിന്ന് കണ്ടെടുത്ത് ഭാരതത്തിന് സമ്മാനിച്ച ഒരു മഹത്തായ സന്ദേശമാണ് സനാതനധർമ്മം. ഓരോ മനുഷ്യനും അനുഭവിച്ചറിയേണ്ട ഒരു അനുഭൂതി. ഈ അനുഭൂതിയെ എങ്ങനെ അറിയണമെന്ന് കൃത്യമായി ഋഷിവര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എവിടെ നിന്ന് വന്നോ അവിടേക്കുള്ള മടക്കയാത്രയിൽ എല്ലാത്തിനും ഉത്തരമുണ്ട് എന്ന് പഴയ സന്യാസിവരന്മാരും നമ്മുടെ പുരാണവുമൊക്കെ നമ്മെ പഠിപ്പിക്കുന്നു. അതാണ് യഥാർത്ഥ സനാതനധർമ്മത്തിലേക്കുള്ള മടക്കം. കണ്ണടച്ച് മനസ്സിനെ ധ്യാനനിരതനാക്കൂ. നാം എവിടെ നിന്ന് വന്നു എന്ന ചോദ്യത്തിന് ഉത്തരമായി സനാതനധർമ്മത്തിലേക്ക് നമുക്ക് മടങ്ങാം. എവിടെ നിന്ന് വന്നു എന്ന ചോദ്യത്തിന് ഉത്തരം എളുപ്പമാണ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന്. അമ്മയുടെ ഗർഭപാത്രത്തിൽ ഞാൻ എങ്ങനെയെത്തി? എൻ്റെ അച്ഛൻ്റെ ചോരയിൽ നിന്ന്. മനസ്സ് എല്ലാത്തിനും ഉത്തരം നൽകും. അതെ, നീ നിന്റെ പിതാവിൻ്റെ ശരീരത്തിലായിരുന്നു. ജലരൂപേണ മാതാവിൻ്റെ ഉദരത്തിൽ നീ പതിച്ചു. അത് വളർന്ന് നീ ഇന്ന് മാതാവിൻ്റെ ഗർഭത്തിൽ പൂർണ്ണ അവസ്ഥയിലെത്തി. പിന്നീട് ലോകത്തിലേക്ക് വന്നു. ഈ യാത്ര വീണ്ടും പുറകോട്ട് പോയാൽ പിതാവിൻ്റെ ശരീരത്തിൽ ഞാൻ എങ്ങനെയെത്തി? പിതാവ് ചുറ്റുമുള്ള ഒരുപാട് വസ്തുക്കൾ ഭക്ഷണമായി കഴിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ അച്ഛൻ്റെ രക്തത്തിലും ശുക്ലത്തിലുമൊക്കെ പ്രവേശിച്ചു. അപ്പോൾ അതുവരെ ഞാൻ വസിച്ചിരുന്നത് അച്ഛൻ കഴിച്ച ഏതോ ഒരു ഭക്ഷണ പദാർത്ഥത്തിലാണ്. അതൊരു പഴമാണ് എന്ന് നമ്മൾ സങ്കല്പിച്ചാൽ അച്ഛൻ കഴിച്ച ആ പഴത്തിനുള്ളിൽ എൻ്റെ ജീവൻ ഒരിക്കലുണ്ടായിരുന്നു. ആ പഴം അച്ഛന് ലഭിച്ച മരത്തിൽ അവിടെയും എനിക്കെൻ്റെ ജീവൻ കണ്ടെത്താൻ കഴിയും. ആ മരവും ആ പഴവും എങ്ങനെയാണ് ജീവൻ നിലനിർത്തി എൻ്റെ അച്ഛൻ്റെ അരികിലേക്ക് എത്തിയത്? ഞാൻ പഞ്ചഭൂതങ്ങളിൽ വസിച്ചിരുന്നുവെന്ന സത്യം അവിടെ അവശേഷിക്കുന്നു. ഈ ലോകത്തുള്ളതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് പഞ്ചഭൂതങ്ങളാലാണ്. അപ്പോൾ എൻ്റെ യാത്രയിൽ ഞാൻ പല പല ശരീരങ്ങളിൽ വസിച്ചിട്ടുണ്ടാകാം. കല്ലായും പുല്ലായും നായായും നരിയായും എത്രയെത്ര ജന്മങ്ങൾ ഈ ജീവൻ കടന്നുപോയിട്ടുണ്ടാവാം. മനുഷ്യ ശരീരം ലഭിക്കുന്നതിന് മുൻപ് ഒരു ജീവന്റെ പരിണാമഘട്ടങ്ങൾ അഥവാ ജീവൻ കടന്നുപോയ ഒരുപാട് അവസ്ഥാന്തരങ്ങൾ. ഒരു ശരീരത്തിൽ ജനിച്ചത് ചത്ത് പഞ്ചഭൂതത്തിൽ ലയിക്കുമ്പോൾ വീണ്ടും അവിടെ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക്. ഓർക്കുമ്പോൾ ചിലപ്പോൾ ഭയം തോന്നിയേക്കാം. എങ്കിലും സനാതനധർമ്മം കുടികൊള്ളുന്നത് അവിടെയാണ്, അതല്ലാതെ ചാതുർവർണ്ണയങ്ങളിലല്ല. ഇന്നീ ലോകത്ത് കാണപ്പെടുന്ന ജീവജാലങ്ങളൊക്കെ ഒരു കാലത്ത് എൻ്റെ വാസസ്ഥലങ്ങളായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നതും ഈ സനാതനധർമ്മത്തിലാണ്. ഒരു നേരത്തെ ഭക്ഷണവും കിടക്കാൻ ഒരിത്തിരി സ്ഥലവും തന്ന ഒരാളോട് നിങ്ങൾക്ക് എത്രമാത്രം ഭക്തിയും സ്നേഹവും ഉണ്ടായിരിക്കണം എന്ന് ഈ ധർമ്മം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഋഷിവര്യന്മാർ കണ്ണിൽ കാണുന്ന സകല ജീവജാലങ്ങളെയും പുഴകളെയും മരങ്ങളെയും മലകളെയും ഒക്കെ കൈപുകൂപ്പി വന്ദിക്കാനും ആരാധിക്കാനും പഠിപ്പിച്ചത്. ഈ ലോകത്ത് വേർതിരിവുകളൊന്നുമില്ല. ഇവിടെയുള്ളതൊക്കെ ഞാൻ തന്നെയാണ്. എല്ലാം എൻ്റേതു കൂടിയാണ്. നാളെ ഞാനും ഈ പഞ്ചഭൂതത്തിൽ ലയിക്കും. പിന്നെ എന്തിനാണ് ഞാൻ എല്ലാം വെട്ടിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നത്? ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ ഒരു 5 നിമിഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്ന് ധ്യാനനിരതനായിരുന്നു എങ്കിൽ സനാതനധർമ്മത്തെ ഇത്രമാത്രം ആക്ഷേപിക്കില്ലായിരുന്നു. സനാതനധർമ്മത്തിന്റെ അടിസ്ഥാനം ജാതിയുണ്ടോ മതമുണ്ടോ, അത് മനുഷ്യനെന്ന വേർതിരിവുണ്ടോ എന്ന ചോദ്യത്തിലാണ്. ഒരു മനുഷ്യനുള്ള എല്ലാ അവകാശവും ഇവിടെ ഒരു ഉറുമ്പിനുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് കാണുന്നതെല്ലാം എനിക്ക് സുഖിക്കാൻ വേണ്ടിയാണ് എന്ന ധാരണ പൊതുവെ ഉണ്ടാകുന്നത് നല്ലതല്ല. സനാതനധർമ്മം മനുസ്മൃതിയെക്കുറിച്ച് വരെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ചിലപ്പോൾ ചാതുർവർണ്ണയത്തിലേക്കുള്ള ഒളിയമ്പുകൾ അവിടെ ചതിവിൻ്റെ രൂപത്തിൽ കിടപ്പുണ്ടാകാം. അതൊരു കാലഘട്ടത്തിൻ്റെ നിയമവ്യവസ്ഥയുടെ ഭാഗമാണ്. കാലാന്തരത്തിൽ അതിനൊക്കെ മാറ്റം സംഭവിക്കും. എന്നാൽ ചാതുർവർണ്ണയത്തിനപ്പുറം സനാതനധർമ്മം മാറ്റമില്ലാതെന്നും ഈ ലോകത്തിലുണ്ടാകും. എല്ലാ ജനനമരണ കുരുക്കിൽ നിന്നും രക്ഷ നേടി നമ്മൾ സ്വർഗത്തിലേക്കുള്ള യാത്ര, അത് വിശ്വസിക്കുന്നവർ ഏറെയാണ്. ഞാൻ എല്ലാമാണ്. ഞാനാണ് പഞ്ചഭൂതങ്ങൾക്കും സാക്ഷിയായവൻ. ഞാനുള്ളതുകൊണ്ട് ലോകത്തെല്ലാം ചലിക്കുന്നു. ഞാനാണ് ഈ ലോകത്തിൻ്റെ സ്പന്ദനം. ഞാനാണ് ലോകത്തിൻ്റെ ഊർജം. സകല ചരാചരങ്ങൾക്കും ഞാനാണ്. ഞാൻ ഈ ബ്രഹ്മം തന്നെയാണ്. അതെ, അഹം ബ്രഹ്മാസി. സനാതനധർമ്മത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഒരു സന്യാസവരനെ പോലെ കണ്ണടച്ച് ധ്യാനനിരതനായി
നിമിഷാർത്ഥമെങ്കിലും ഇരുന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരമൊരു വിഡ്ഢിത്തം എഴുന്നള്ളിക്കില്ലായിരുന്നു. ഇവിടെയാണ് നമ്മൾ ചില സത്യങ്ങൾ തിരിച്ചറിയേണ്ടത്. സനാതനധർമ്മം ഒരു മതമല്ല, മറിച്ച് അതൊരു ആന്തരികതയെ നിയന്ത്രിക്കുന്ന നിയമങ്ങളാണ്. നിങ്ങൾ അതിനോട് ഐക്യപ്പെട്ടാൽ നിങ്ങളൊരു വഴി കണ്ടെത്തും. നിങ്ങൾ അതിന് ഐക്യപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾ എന്തിനോടെങ്കിലും ഏറ്റുമുട്ടും. ധർമ്മം ലംഘിക്കപ്പെട്ടാൽ അതിന്റെ ഫലം മ്ലേച്ഛമായ സങ്കരവും അശുദ്ധവുമായ വർഗത്തിലുള്ള ഒരു ലോകമായിരിക്കുമെന്ന് അർത്ഥശാസ്ത്രം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. സനാതന എന്നാൽ സംസ്കൃതത്തിൽ ശാശ്വത എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ സനാതൻ ധർമ്മം എന്നത് പ്രപഞ്ചത്തിന്റെ മാറ്റമില്ലാത്ത ക്രമമായ ശാശ്വതമായ ധർമ്മത്തെ സൂചിപ്പിക്കുന്നു. ധർമ്മം വർണ്ണാശ്രമ ധർമ്മമാണെന്ന് ഭാഗവത പുരാണം വ്യക്തമാക്കുന്നു. അവിടെ നിന്നാണ് പിന്നീട് വർണ്ണാശ്രമ ധർമ്മത്തിലേക്കുള്ള യാത്ര. അവിടെ മനുസ്മൃതി അടിസ്ഥാനമാക്കി പലരും പല നിർവചനങ്ങളിലും എത്തി. വർണ്ണാശ്രമ ധർമ്മം ഓരോ വർണ്ണത്തിനും പ്രത്യേക റോളുകളും ചുമതലകളും ഒക്കെ ചുമത്തുന്നു. ഇതൊരു കാലഘട്ടത്തിൽ രൂപപ്പെട്ട നിയമസംഹിതയാവാം. എന്നാൽ സനാതനധർമ്മം അതിൽ നിന്നൊക്കെ എത്രയോ ഉയരത്തിലാണ് നിൽക്കുന്നത്. ദൈവം ചാതുർവർണ്ണയത്തെ സൃഷ്ടിച്ചു എന്ന ഭഗവത്ഗീതയിലെ വെളിപാടിനെ വ്യാഖ്യാനിക്കുമ്പോൾ ശങ്കരാചാര്യർ തൻ്റെ ഗീതാഭാഷ്യത്തിൽ പറഞ്ഞിരുന്നു, ഋഗ്വേദത്തിലെ പുരുഷ സൂക്തം ശരിയാണ്. ദൈവം വിവിധ മനുഷ്യരിൽ നിന്ന് ജനിച്ചത്. സനാതനധർമ്മത്തെയും മഹാഭാരതത്തെയും മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെയും ഒക്കെ അധിക്ഷേപിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ നിലപാട് കൈക്കൊണ്ടിരിക്കുന്നു. ശിവഗിരി തീർത്ഥാടന മഹാസമ്മേളനത്തിന്റെ ഉദ്ഘാടന വേദിയിൽ വെച്ച് സനാതനധർമ്മത്തെ അധിക്ഷേപിച്ചും ഗുരുദേവ ദർശനത്തെ വക്രീകരിച്ചുമുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശത്തെ ഇപ്പോൾ വെള്ളാപ്പള്ളി എടുത്ത് കിണറ്റിലിട്ടു. സനാതനധർമ്മത്തിന്റെ രാഷ്ട്രമെന്ന് പ്രഖ്യാപിച്ച തിരുവിതാംകൂർ മഹാരാജാവ് സനാതന ഹിന്ദുത്വം എന്ന വാക്കിലൂടെ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് പഴയ ബ്രാഹ്മണാധിപത്യത്തിന്റെ രാജവാഴ്ചയാണ് എന്ന് പിണറായി വിജയൻ തിരുവിതാംകൂർ രാജവംശത്തെയും അധിക്ഷേപിച്ചാണ് സംസാരിച്ചത്. സനാതനധർമ്മത്തിലെ ഏതൊരു മൂർത്തിയെയും പോലെ ശ്രീനാരായണ ഗുരുവും ആരാധനാമൂർത്തിയാണ് എന്ന് മുഖ്യമന്ത്രിക്ക് വെള്ളാപ്പള്ളി നടേശന്റെ മറുപടി. മുഖ്യമന്ത്രി നടത്തിയത് ഗുരുനിന്ദയാണ് എന്ന് BJPയുടെ നേതാവ് PK കൃഷ്ണദാസ് പറഞ്ഞു. സനാതനധർമ്മം എന്താണെന്ന് പോലും മനസ്സിലാക്കാതെയുള്ള മുഖ്യമന്ത്രിയുടെ ചില വിശദീകരണങ്ങളും വങ്കത്തരങ്ങളും, അതിന് വലിയ വിലയാണ് ഇപ്പോൾ സമൂഹത്തിന് മുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് കൊടുക്കേണ്ടി വരുന്നത്. സനാതനധർമ്മം ഒരു BJPയുടെയോ RSSന്റെയോ സംഘപരിവാർ ശക്തികളുടെയോ കുത്തകയല്ല. അത് ഇന്ത്യ എന്നല്ല, ലോകത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ്. വലിയ വിമർശനങ്ങളും വിവാദങ്ങളുമാണ് ഇപ്പോൾ കേരളത്തിൽ ഉയർന്നു വരുന്നത്. എന്നാൽ അതിലപ്പുറം ഹൈന്ദവ വോട്ട് ബാങ്കുകളിൽ വലിയ വിള്ളലുകൾ വീണിരിക്കുന്നു എന്ന സത്യം പിണറായി വിജയനും CPMഉം തിരിച്ചറിയുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.